രാവിലെ എണീറ്റ് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വിചാരിച്ചതാട്ടോ. എന്ത് പറയാനാ, നല്ല തണുത്ത മഴ കാരണം രാവിലെ എന്നെ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചേ കൊണ്ടിരുന്നു. അപ്പോൾ ഇതാ ഒരു 7 മണിക്ക് എണീറ്റ് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അടുപ്പിന് ഭയങ്കര തണുപ്പാട്ടോ. ആദ്യം ഒരു പുതപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തീ കത്തിപ്പിടിപ്പിച്ചുട്ടോ. പിന്നെ ഇത് വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കാന്ന് ഇങ്ങനെ വിചാരിക്കട്ടോ. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നീക്കാനും ഭയങ്കര മടിയാണ്. അപ്പോൾ രാവിലെ ഞാൻ കലക്കിപ്പാർന്ന് അപ്പാട്ടം ഉണ്ടാക്കണേ. നിങ്ങളുടെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താ പറയാന്ന് പറയാൻ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പാതുമ്പഴ നീറ്റ് വന്നിട്ടോ. പിന്നെ ഓളെ കുറച്ച് നേരം കൊഞ്ചിച്ച് നിൽക്കണ്ടോ. ഓളെ കൊഞ്ചിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഓളൊരു പൊന്നാരുണ്ട്. അപ്പോൾ ഓളെ കൊണ്ട് കുറച്ച് നേരം നിൽക്കലും അപ്പം ചുടലൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ ചീയപ്പം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടെ ഞാൻ നല്ലൊരു ട്രിക്ക് പറയട്ടെ. ചെറിയ ഉള്ളിയും ജീരകവും കൂട്ടി അരച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്കും അറിയാമെന്നല്ല ഇപ്പോൾ നിങ്ങൾ പറയണത്. എല്ലാവർക്കും അറിയാം, എനിക്കറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ 1.5 വീട്ടിൽ ഈ ചീയപ്പം തന്നെ ആവും കേട്ടോ. ദോശ, ചപ്പാത്തി, കലക്കി പറഞ്ഞപ്പം ഇതൊക്കെ കേട്ടോ ഞങ്ങൾ ഇടവിട്ടുണ്ടാക്കൽ. കുക്കറിൽ ഉമ്മ കറി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന തിരക്കിനിടയിൽ ഞാൻ ഉച്ചക്കുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണൊരു ഭാഗത്ത് കിടക്കൂല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നോക്കുന്ന ടൈമിൽ എല്ലാം കൂടി നോക്കണം. പിന്നെ ബീരാക്ക പറഞ്ഞമാതിരി ദീനുൽ ഇസ്ലാമൊന്നും പുറത്താവുമല്ലോ വെള്ളിയാഴ്ച ഇറച്ചില്ലെങ്കിൽ. പിന്നെ ബീരാക്കാണ്ടിക്ക് പറയുള്ളത് പോത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വില കൂടുതലാണ്. അപ്പം പിന്നെ കോഴി വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഒന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. തേങ്ങാച്ചോറ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെള്ളം എത്ര വെക്കണം, അരി എത്ര എണ്ണമൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഒരു ലെവലിൽ ഞാനൊക്കെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ടാണ് ധാരാളം. ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ മുക്കി എടുത്തിട്ടോ ഞാൻ അത് നിന്നിട്ടാണ് അത് പാകമായി കിട്ടിയത് എനിക്ക്. പിന്നെ എനിക്കൊരു ട്രിക്ക് തോന്നി, യൂട്യൂബ് നോക്കി വെച്ചാൽ മതിയായിരുന്നു. അതാദ്യം ഓടിയില്ല. പിന്നെ എന്താ മക്കൾ 2 കുട്ടപ്പനായിട്ട് സ്കൂൾക്ക് പോകാൻ പുറപ്പെട്ടു. കൊട പിടിച്ച ബാഗ് നനയെന്ന് വിചാരിച്ചിട്ട് ഓല കൊട വേണ്ടാ പറഞ്ഞിട്ട് കരയുന്നു കേട്ടോ. പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഞാൻ നിങ്ങളോടൊന്നും ഇങ്ങനെ ചോദിക്കില്ല, ഞാൻ ഇങ്ങനെ പിളപിളപിളാച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടോ? എന്താ നിങ്ങളെ വർത്താനം, സുഖമൊക്കെ തന്നെ അല്ലേ? അങ്ങനെ ഇറച്ചിക്കുള്ള ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ശരിയാക്കി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് പോത്തിറച്ചിനേക്കാൾ ഇഷ്ടം കോഴിക്കറി കേട്ടോ. കോഴിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴി ബിരിയാണി, കോഴി കൊണ്ടുള്ള എല്ലാ റെസിപ്പിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അത് വെക്കാനും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലിയ കുക്കറാണെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. കുക്കറോ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണെന്ന് കേട്ടോ എൻ്റെ ആഗ്രഹം, ഷെഫ്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചിട്ട് ഇതാ ഉലുവട്ടൊന്ന് മൂപ്പിച്ചിട്ടോ. പിന്നെ വേപ്പിലിട്ടോ, പിന്നെ പച്ചമുളക് ഇട്ടൊന്ന് കടുക് ഇങ്ങനെ വറവറാന്നാക്കിട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു ഒക്കെ ചതച്ചത് അതിലിട്ടു കേട്ടോ. ആദ്യം ഞാൻ അതിട്ടിട്ടാണ് പിന്നെ വലിയുള്ളി ഇടാം കേട്ടോ. അതിൻ്റെ ഒരു മണം മാറണമെങ്കിൽ അത് ആദ്യം ഇടണം കേട്ടോ. പിന്നെ ഇതാ വലിയുള്ളി ഇട്ടിട്ടോ. ഞാൻ എൻ്റെ വോയിസ് കേട്ട് ഇതിലിപ്പോൾ എത്ര വർഷം ടോ എന്ന് പറഞ്ഞെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയ അല്ല കേട്ടോ. കാരണം എൻ്റെ സംസാരത്തിൽ ലാസ്റ്റ് ടോ എന്ന് വരികയാണ്. എന്താ ഇപ്പോൾ ചെയ്യുക. അങ്ങനെ വെല്ലുവിളിയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം കേട്ടോ. കാരണം എല്ലാത്തിനും ഒരു കൈ എത്തണമല്ലോ. അങ്ങനെ ചിക്കൻ കഴുകാൻ വേണ്ടി ഞാൻ പോയിട്ടോ. അപ്പുറത്തെ തൊടിയത്തെ ഇല ഇപ്പുറത്ത് വീണ്ടും ഭയങ്കര ഇല ഇതാട്ടോ ഞങ്ങളെ മുറ്റം നിറയെ. അതുകൊണ്ട് വലിയ സൂം ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ല. അവരോടത് വെട്ടാൻ പറഞ്ഞാൽ അവർ വെട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. വെട്ടി പിന്നെയും മുളക്കുക കേട്ടോ. നല്ലപോലെ വലുതാണ് ഒരു മരമാണത്. പൂമരത്തിൻ്റെ മരം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ വയറ്റി വന്നപ്പോൾ നമ്മൾ തക്കാളിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഒരല്പം ഉപ്പൻ ഇട്ടെടുത്തത് വേഗം വഴറ്റി കിട്ടും കേട്ടോ. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒന്ന് വേഗം വഴറ്റിയാവും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ അടുപ്പ് എന്താണെന്ന്, നിനക്ക് അടുപ്പൊന്നും ഇല്ലേ വിചാരിക്കും. എനിക്ക് നല്ല ആലുവ അടുപ്പ് അപ്പുറത്തുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു അടുപ്പത്ത് കത്തിക്കണതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. ഈ ഇപ്പം എന്താ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ടിക്കണമെന്ന് വിചാരിക്കുന്നില്ലേ. എൻ്റെ അടുക്കളക്ക് മേക്ക് ഓവറൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്ലേറ്റിലെടുത്തത് നിങ്ങളെ കാണിക്കണ്ടേ വിചാരിച്ച്. ഹോർലിക്സ് ഡപ്പ, നെയ്യുണ്ടപ്പ, മുട്ടായി ഡപ്പ, അങ്ങനെ എല്ലാ ഡപ്പയിലുമാണ് ഞാൻ ഇട്ട് വെക്കണം കേട്ടോ. അടുക്കള നേരാക്കിയിട്ട് വേണം കുറേ നല്ല ഡപ്പകളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുക മീറ്റ് മസാല ഉണ്ടോ. ചിക്കനാണ് വെക്കുന്നതെങ്കിലും മീറ്റ് മസാല ഇട്ടോ കേട്ടോ. കാരണം ഇതിൻ്റെ ചിക്കൻ മസാല ഇപ്പം നിലവിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഏതിട്ടാലും ഒക്കെ കണക്ക് തന്നെയാണ്, ഒക്കെ ഒരേ ടേസ്റ്റ് തന്നെ വരും കേട്ടോ. ഈ ചിക്കൻ മസാല, മീറ്റ് മസാല എന്നൊക്കെ വെവ്വേറെ പേരുണ്ട് തന്നെ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ അറിയാതെ സാമ്പാർ പൊടി വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞില്ല. അതാണ് വലിയ അത്ഭുതം. ഞാൻ ആരോടും പറയാനും പോയില്ല കേട്ടോ. പിന്നെ അതിന് പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും അതൊരു പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് അത് അറിയ പോലുമില്ല. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ അതിൽ സാമ്പാർ പൊടി ഇട്ടു എന്നുള്ള അറിയേ ചെയ്തില്ല. ആ ഒരു കറി അവർ നല്ലപോലെ കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തന്നെ സപ്പോർട്ട് കേട്ടോ. അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു പെട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കും നല്ലപോലെ തന്നിട്ടാണ് മിന്നിച്ചേക്കണം കേട്ടോ. കാരണം എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്, കഷ്ടപ്പെട്ടെടുത്തതാണ്. അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ അങ്ങനെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളി റെഡിയാക്കി എടുത്തോട്ടെ ഞാൻ. പിന്നെ പള്ളിയിൽ നിന്ന് ആൾ വരണം ഇത് നമുക്ക് കഴിക്കാനാണെങ്കിൽ കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാത്തിരുന്ന് കഴിക്കുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറൊരു ഫുഡിനും കിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പാടെ കഴിക്കുമ്പോൾ. പക്ഷെ ഇന്ന് ഉമ്മ ഇപ്പം ഇല്ലാത്തൊരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ അസ്സലാമലൈക്കും, ബായ്.